ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് ചാപ്റ്റർ 2 ഡെഫിനിഷൻസിലെ മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ MOP ചാപ്റ്റർ 2 ഡെഫിനിഷൻസ് ചാപ്റ്റർ 2 2 ഡെഫിനിഷൻസിലെ മുൻവർഷ ചോദ്യങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് ചാപ്റ്റർ 2 കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ ചാപ്റ്റർ 2 നിന്ന് മുൻവർഷ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ ആദ്യം ഇംഗ്ലീഷ് ചോദ്യങ്ങൾ വായിക്കാം, അതിൻ്റെ മലയാളം കൂടി ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എ കമ്മ്യൂണിക്കേഷൻ റിസീവ്ഡ് ഇൻ ദ ഓഫീസ് ഈ സ്റ്റാമ്പ്ഡ് ആൻഡ് നമ്പേർഡ് ഈസ് കോൾഡ്. എ കമ്മ്യൂണിക്കേഷൻ റിസീവ്ഡ് ഇൻ ദ ഓഫീസ് സ്റ്റാമ്പ്ഡ് ആൻഡ് നമ്പേർഡ് ഈസ് കോൾഡ്. എ കമ്മ്യൂണിക്കേഷൻ റിസീവ്ഡ് ഇൻ ദ ഓഫീസ് വിച്ച് ഈസ് സ്റ്റാമ്പ്ഡ് വിത്ത് ദ നമ്പർ ഓഫ് ദ ഓഫീസ് അണ്ടിൽ ഡിസ്പോസൽ നോൺ ആസ്. അതാണ് യഥാർത്ഥത്തിൽ ഡെഫിനിഷനായിട്ട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. എ കമ്മ്യൂണിക്കേഷൻ റിസീവ്ഡ് ഇൻ ദ ഓഫീസ് വിച്ച് ഈസ് സ്റ്റാമ്പ്ഡ് വിത്ത് ദ നമ്പർ ഓഫ് ദ ഓഫീസ്. അതായത് ഓഫീസിൽ കിട്ടി, നമ്പറിട്ട് ഓഫീസ് മുദ്ര പതിപ്പിച്ച ഒരു അറിയിപ്പ്, അത് അണ്ടിൽ ഡിസ്പോസൽ തീർപ്പാകുന്നതുവരെ എന്ത് പേരിൽ അറിയപ്പെടും? എ ഡ്രാഫ്റ്റ്, ബി ഓൾഡ് കേസ്, സി കമ്മ്യൂണിക്കേഷൻ, ഡി കറണ്ട്. ഏതിൻ്റെ ഡെഫിനിഷനാണത്? കറണ്ടിൻ്റെ ഡെഫിനിഷനാണ്, നടപ്പിൻ്റെ ഡെഫിനിഷനാണ്. ഓഫീസിൽ കിട്ടി ഒരു നമ്പറിട്ട് ഓഫീസ് മുദ്ര പതിപ്പിച്ച അറിയിപ്പ്, ഒരു അറിയിപ്പ് ഓഫീസിൽ കിട്ടുക, നമ്പറിടുക, ഓഫീസ് മുദ്ര പതിപ്പിക്കുക, അത് ഡിസ്പോസൽ ആകുന്നതുവരെ, തീർപ്പാകുന്നതുവരെ നടപ്പെന്നറിയപ്പെടും. അല്ലേ? എന്താണ് നടപ്പെന്ന് പറഞ്ഞാൽ? ഒരു അറിയിപ്പ്, ഒരു കമ്മ്യൂണിക്കേഷൻ ഓഫീസിൽ കിട്ടി, ഓഫീസ് മുദ്ര പതിച്ച് നമ്പറിട്ട് അത് തീർപ്പാകുന്നതുവരെ നടപ്പ് അല്ലെങ്കിൽ കറണ്ട് എന്നറിയപ്പെടും. എ കമ്മ്യൂണിക്കേഷൻ റിസീവ്ഡ് ഇൻ ദ ഓഫീസ് വിച്ച് സ്റ്റാമ്പ്ഡ് വിത്ത് ദ നമ്പർ ഓഫ് ദ ഓഫീസ് അണ്ടിൽ ഡിസ്പോസൽ നോൺ ആസ് കറണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം ഡി ആണ്. രണ്ടാമത്തെ ചോദ്യം: ദ പ്രിപ്പറേഷൻ ഓഫ് എനി കമ്മ്യൂണിക്കേഷൻ ഈസ് കോൾഡ്. The preparation of any communication is called. Preparation of any communication which is proposed to issue is called. Preparation of any communication which is proposed to issue. അതാണ് യഥാർത്ഥത്തിൽ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസ്. The preparation of any communication which is proposed to issue. അതായത് അയക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും തയ്യാറാക്കുക, അയക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും തയ്യാറാക്കുക. അതിന് നമ്മൾ എന്ത് പേര് പറയും? നോട്ടിംഗ്, ബി കമ്മ്യൂണിക്കേഷൻ, സി ഡ്രാഫ്റ്റിംഗ്, ഡി ലെറ്റർ റൈറ്റിംഗ്. അത് ഡ്രാഫ്റ്റിങ്ങിൻ്റെ ഡെഫിനിഷനാണ്. അയക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും തയ്യാറാക്കുന്നതിനും ഡ്രാഫ്റ്റിംഗ് എന്ന് പറയും. നക്കൽ തയ്യാറാക്കൽ എന്ന് പറയും, നക്കൽ എന്ന് പറയും. നക്കൽ തയ്യാറാക്കലാണ്. അതായത് ഡ്രാഫ്റ്റിംഗ്. നക്കൽ തയ്യാറാക്കൽ എന്ന് പറഞ്ഞാൽ അയക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും തയ്യാറാക്കുകയാണ്. ഡ്രാഫ്റ്റിംഗ് ഈസ് ദ പ്രിപ്പറേഷൻ ഓഫ് എനി കമ്മ്യൂണിക്കേഷൻ വിച്ച് ഈസ് പ്രപ്പോസ്ഡ് ടു ഇഷ്യൂ. ഡെഫിനേഷൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കാര്യം ഡെഫിനേഷൻ കൺഫ്യൂസിങ് ആകാൻ പലർക്കും. പിന്നെ അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രമേ അറ്റൻഡ് ചെയ്യാവുള്ളൂ. അറിയാമത്ത ചോദ്യങ്ങൾ ആദ്യം തന്നെ അങ്ങ് വിട്ടേക്കണം. നമ്മൾ 100 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, 40 മാർക്ക് മതി. 55 or 60 ചോദ്യങ്ങളിൽ കൂടുതൽ ആരും ആൻസർ ചെയ്യാൻ ശ്രമിക്കരുത്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. അതുപോലെ നമ്മൾ എല്ലാ ചാപ്റ്ററിലും പ്രീവിയസ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും, പിന്നെ പൊതുവായിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യും. സോ ക്വസ്റ്റ്യൻ നമ്പർ 3: ദ ടേം യൂസ്ഡ് ടു ഡിനോട്ട് ദ പ്രോസസ് ഓഫ് കോപ്പിംഗ് ആൻഡ് ഡെസ്പാച്ചിങ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദ ടേം യൂസ്ഡ് ടു ഡിനോട്ട് ദ പ്രോസസ് ഓഫ് കോപ്പിംഗ് ആൻഡ് ഡെസ്പാച്ചിങ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതിനെന്ത് പേര് പറയും? അതായത് ഒരു അറിയിപ്പുകൾ അത് പകർത്തുക, അയക്കുക, അത് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം ഏതാണ്? ദ ടേം യൂസ്ഡ് ടു ഡിനോട്ട് ദ പ്രോസസ് ഓഫ് കോപ്പിങ് പകർത്തി എഴുതുക, ആ നടപടിക്രമം. ആൻഡ് ഡെസ്പാച്ചിങ്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന അറിയിപ്പാണ്. ഒരു അറിയിപ്പ് കോപ്പി ചെയ്യുക, ഡെസ്പാച്ച് ചെയ്യുക, അത് ഏത് പേരിൽ അറിയപ്പെടും? അത് ഇഷ്യൂ എന്നുള്ളതിൻ്റെ ഡെഫിനിഷനാണ്.
മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ബി ആണ്. ഇഷ്യൂ എന്നുള്ളതിൻ്റെ ടെക്സ്റ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഷ്യൂ ഇസ് ദ ടേം യൂസ്ഡ് ടു ഡിനോട്ട് ദ പ്രോസസ് ഓഫ് കോപ്പിയിങ് ആൻഡ് ഡെസ്പാച്ചിങ് കമ്മ്യൂണിക്കേഷൻസ് intended for any person or authority. What is issue? Issue is a term used to denote the process of copying and dispatching communication. The process of copying and dispatching communication intended for any authority. ഏതെങ്കിലും വ്യക്തിക്കോ അധികാരിക്കോ ഉദ്ദേശിച്ചിട്ടുള്ള അറിയിപ്പുകൾ പകർത്തുകയും അയക്കുകയും ചെയ്യുന്നതിന്. അതിന് ഡെസ്പാച്ചിങ് എന്നോ സെൻഡിങ് എന്നോ ഫോർവേഡിംഗ് എന്നോ അല്ല പറയുന്നത്, അത് അയപ്പ് അല്ലെങ്കിൽ ഇഷ്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ബി ആണ്. 4. ഇറ്റ് ഈസ് റിട്ടൺ ബൈ ദ ക്ലാർക്ക് ടു ഫെസിലിറ്റേറ്റ് ദ ഡിസ്പോസൽ ഓഫ്. അതായത് ഒരു കാര്യത്തിൻ്റെ, ഒരു ഫയലിൻ്റെ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി, തീർപ്പാക്കുന്നത് സുഗമമാക്കുന്നതിന് വേണ്ടി ക്ലാർക്ക് എഴുതുന്നത് എന്താണ്? വാട്ട് ഈസ് റിട്ടൺ ബൈ ദ ക്ലാർക്ക് ടു ഫെസിലിറ്റേറ്റ് ദ ഡിസ്പോസൽ ഓഫ്? What is written by the clerk? A note is written. It facilitates the disposal of a case. B draft. C note ആണ്. A note is written. ഒരു കാര്യത്തിൻ്റെ തീർപ്പ് സുഗമമാക്കുന്നതിന്, ഒരു കേസിൻ്റെ തീർപ്പ് സുഗമമാക്കുന്നതിന് a note is written. It is the disposal of a case. അങ്ങനെ ചോദിക്കാം. What is written? It facilitates the disposal of a case. Note is written. അല്ലെ നോട്ട് ഈസ് റിട്ടേൺ ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ ഡാഷ് ഓഫ് എ കേസ്, ഡിസ്പോസൽ ഓഫ് എ കേസ്. അല്ലെങ്കിൽ നോട്ട് ഈസ് റിട്ടേൺ ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ ഡിസ്പോസൽ ഓഫ് ഡാഷ്, ഡിസ്പോസൽ ഓഫ് എ കേസ്. അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് റിട്ടേൺ ബൈ ദ ക്ലാർക്ക് ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ ഡിസ്പോസൽ ഓഫ് എ കേസ്. ചോദ്യത്തിന് ശരിയായ ഉത്തരം ഏതാണ്? സി നോട്ടാണ്. നോട്ടിൻ്റെ ഡെഫിനിഷൻ എന്താണ്? എ നോട്ട് ഈസ് റിട്ടേൺ ഇറ്റ് ഫെസിലിറ്റേറ്റ് ഡിസ്പോസൽ ഓഫ് കേസ്. ഇറ്റ് മേ കണ്ടെയ്ൻ എ പ്രിസി ഓഫ് പ്രീവിയസ് പേപ്പേഴ്സ്, എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ഫാക്ട്സ് റിപ്പോർട്ടഡ് ആൻഡ് പ്രപ്പോസൽ മെയ്ഡ് ഇൻ ദ കറണ്ട് ഫയൽ, ദ ആർഗ്യുമെൻറ്റ്സ് ഫോർ ആൻഡ് അഗൻസ്റ്റ് മെഷർ പ്രപ്പോസ്ഡ് ആൻഡ് സജഷൻസ് ആസ് ടു ദ ആക്ഷൻ ടു ബി ടേക്കൺ. അതെല്ലാം നോട്ടിൽ വരുന്നതാണ്. അടുത്ത 5ാമത്തെ ചോദ്യം. റിപ്ലൈ ടു എ റെഫറൻസ് ഇഷ്യൂഡ് ഫ്രം ദ ഓഫീസ് ഹാസ് ടു ബി filed with a current already pending is. Reply to a reference issued from the office. ഇപ്പോൾ ഓഫീസിൽ നിന്ന് ഇഷ്യൂ ചെയ്ത issued from the office, reply to a reference issued from the office. ഒരു പരാമർശത്തിലുള്ള മറുപടി, ഓഫീസിൽ നിന്നും അയക്കുന്ന മറുപടി, which has to be filed, അത് ഫയൽ ചെയ്യണം with a current already pending. ഇപ്പം തന്നെ പെൻഡിങ് ആയിട്ടുള്ള ഒരു കറണ്ടിൻ്റെ കൂടെ അത് ഫയൽ ചെയ്യണം. അപ്പോൾ അതിനെന്ത് പേര് പറയും? A reply to reference issued from the office or paper which has for any other reason to be filed with the current already pending. അതിന് നമ്മൾ പറയുന്നത് എ ന്യൂ കേസ്, പ്രസൻറ്റ് കേസ്, നോട്ട്, ഓൾഡ് കേസ്, പഴയ കാര്യം എന്നാണ് പറയുന്നത്. അതിനെന്താ പറയുന്നത്? പഴയ കാര്യം. എന്താണ് ഈ പഴയ കാര്യം? എ റിപ്ലൈ ടു എ റെഫറൻസ് ഇഷ്യൂഡ് ഫ്രം ദ ഓഫീസ് വിച്ച് ഹാസ് ടു ബി ഫൈൽഡ് വിത്ത് എ കറണ്ട് ഓൾറെഡി പെൻഡിങ്. അല്ലേ? അതായത് ഓഫീസിൽ നിന്ന് പുറപ്പെടുവിച്ചുള്ള ഒരു പരാമർശത്തിലുള്ള മറുപടി, അല്ലെങ്കിൽ ഒരു നടപ്പിൻ്റെ കൂടെ ഫയൽ ചെയ്യേണ്ട ഒരു കടലാസ്, അതിനും ഓൾഡ് കേസ് എന്ന് പറയും. എ റിപ്ലൈ ടു എ റെഫറൻസ് ഇഷ്യൂഡ് ഫ്രം ദ ഓഫീസ് ഓർ എ പേപ്പർ വിച്ച് ഹാസ് ഫോർ എനി അതർ റീസൺ ടു ബി ഫയൽഡ് വിത്ത് എ കറണ്ട് ഓൾറെഡി പെൻഡിങ്, അതിന് ഓൾഡ് കേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ 5ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഡി, ഓൾഡ് കേസാണ്. 6ാമത്തത്. പ്രോസസ് ഓഫ് പുട്ടിങ് എ പ്രീവിയസ് കറസ്പോണ്ടൻസസ് ഫോർ ഡിസ്പോസൽ ഓഫ് എ കേസ്. പ്രോസസ് ഓഫ് പുട്ടിങ് എ പ്രീവിയസ് കറസ്പോണ്ടൻസസ് ഫോർ ഡിസ്പോസൽ ഓഫ് എ കേസ്. എ എൻക്ലോഷേഴ്സ്, ബി ഡിസ്പോസൽ, സി റെഫറൻസിങ്, ഡി ഫ്ലാഗിങ്. ചോദ്യം ഒന്നുകൂടെ വായിക്കാം. ചോദ്യം ഒന്ന് വായിച്ചേ. പ്രോസസ് ഓഫ് പുട്ടിങ് എ പ്രീവിയസ് കറസ്പോണ്ടൻസസ് ഫോർ ദ ഡിസ്പോസൽ ഓഫ് എ കേസ്. ഒരു കേസ് തീർപ്പാക്കുന്നതിന് വേണ്ടി മുൻ കറസ്പോണ്ടൻസുകൾ, കത്തുകൾ, ഇടപാടുകളും മറ്റും, അത് പുട്ടപ്പ് ചെയ്യുന്നതിന് എന്ത് പേര് പറയും? അത് ഏതിൻ്റെ ഡെഫിനിഷനാണ്?
അത് റഫറൻസിങ്ങിൻ്റെ ഡെഫിനിഷനാണ്. പരാമർശിക്കൽ. വാട്ട് ഈസ് റഫറൻസിങ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പുട്ടിംഗ് അപ്പ് ഇൻ എ കേസ് പ്രീവിയസ് കറസ്പോണ്ടൻസ്, laws, rules, report, etc. required for the disposal of a case, and flagging them and indicating their presence by references in the margin at the portion of the current file or not file എന്ന ഡെഫിനിഷനിൽ വളരെ കൂടുതലായി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആറാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം സി, റഫറൻസിങ് ആണ്, അല്ലേ? സി, റഫറൻസിങ്, പരാമർശിക്കൽ എന്ന് പറയും. ഇപ്പോൾ ഒരു കാര്യം തീർപ്പ് കൽപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മുൻ കത്തിടപാടുകൾ, അതുപോലെ നിയമങ്ങൾ, ചട്ടങ്ങൾ, റിപ്പോർട്ടുകൾ മുതലായ സമർപ്പിക്കുക, അവയ്ക്ക് കൊടികുത്തുക, അവയെപ്പറ്റി പറയുകയോ ഉദ്ധരിക്കുകയോ ചെയ്തിട്ടുള്ള നടപ്പ് ഫയലിലോ കുറിപ്പ് ഫയലിലോ അതിൻ്റെ മാർജിനിൽ, അതിൻ്റെ വിളുമ്പിൽ അതിൻ്റെ പ്രസൻസ്, സാന്നിധ്യം പരാമർശിക്കുകയും പരാമർശം മൂലം സൂചിപ്പിക്കുകയും ചെയ്യുക, അതിനാണ് റഫറൻസിങ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് റഫറൻസിങ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പുട്ടിംഗ് എ പ്രീവിയസ് കറസ്പോണ്ടൻസ് ഫോർ ഡിസ്പോസൽ ഓഫ് എ കേസ്. അടുത്ത ഏഴാമത്തെ ചോദ്യം. എ മൈനർ ഡിവിഷൻ ഓഫ് ഓഫീസ് കൺസിസ്റ്റിംഗ് ഓഫ് എ ജൂനിയർ സൂപ്രണ്ടൻറ്റ്, വൺ ഓർ മോർ ക്ലർക്സ്. ഓഫീസിലൊരു മൈനർ ഡിവിഷൻ, അതിൽ ഒരു ജൂനിയർ സൂപ്രണ്ടും ഒന്നോ അതിലധികമോ ക്ലർക്ക് ഉണ്ടെങ്കിൽ അതിനെന്ത് പേര് പറയും? സെക്ഷൻ എന്ന് പറയും, അല്ലേ? അത് സെക്ഷനാണ്. എട്ടാമത്തെ ചോദ്യം. എ പേപ്പർ ഈസ് സെറ്റ് ടു ബി ഡാഷ് when it is given a current number and entered with an abstract in the personal register. A paper is said to be dash when it is given a current number. ഒരു പേപ്പർ ഏത് സാഹചര്യത്തിലാണ് ഒരു കറണ്ട് നമ്പർ കൊടുക്കുക, അതുപോലെ പേഴ്സണൽ രജിസ്റ്ററിൽ, തൻപതിവേട് രജിസ്റ്ററിൽ അതിൻ്റെ സംക്ഷിപ്ത രൂപം എൻ്റർ ചെയ്യുകയും ചെയ്താൽ അതിനെന്ത് പേര് പറയും? ഏതാണ് ശരി ഉത്തരം? എ, രജിസ്റ്റേർഡ്, ബി, ഡെസ്പാച്ച്ഡ്, സി, ഡിസ്പോസ്ഡ്, ഡി, ഫയൽഡ്. അതിന് രജിസ്റ്റേർഡ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷനാണ്. രജിസ്ട്രി, എ പേപ്പർ ഈസ് സെറ്റ് ടു ബി രജിസ്റ്റേർഡ് വെൻ ഇറ്റ് ഈസ് ഗിവൺ എ കറണ്ട് നമ്പർ. ഒരു പേപ്പർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? പതിക്കൽ എന്ന് പറയും. രജിസ്റ്റർ, പതിക്കൽ. അതെപ്പോഴാണ്? എ പേപ്പർ ഈസ് സെറ്റ് ടു ബി രജിസ്റ്റേർഡ് വെൻ ഇറ്റ് ഈസ് ഗിവൺ എ കറണ്ട് നമ്പർ ആൻഡ് എൻഡേഡ് വിത്ത് ആൻ അബ്സ്ട്രാക്ട് ഇൻ ദ പേഴ്സണൽ രജിസ്റ്റർ. അതായത് ഒരു കടലാസിന് ഒരു നടപ്പ് നമ്പർ നൽകുകയും അതിൻ്റെ ഒരു ചുരുക്കം തൻപതിവേടിൽ ചേർക്കുകയും ചെയ്യുമ്പോഴാണ് കടലാസുകൾ പതിച്ചു എന്ന് പറയുന്നത്. എ പേപ്പർ ഈസ് സെറ്റ് ടു ബി രജിസ്റ്റേർഡ് വെൻ ഇറ്റ് ഈസ് ഗിവൺ എ കറണ്ട് നമ്പർ ആൻഡ് എൻഡേഡ് വിത്ത് ആൻ അബ്സ്ട്രാക്ട് ഇൻ ദ പേഴ്സണൽ രജിസ്റ്റർ. ഒമ്പതാമത്തെ ചോദ്യം. ദ പ്രോസസ് ഓഫ് ദ പ്രിപ്പറേഷൻ ഓഫ് എനി കമ്മ്യൂണിക്കേഷൻ വിച്ച് ഈസ് പ്രപ്പോസ്ഡ് ടു ഇഷ്യൂ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു ചോദ്യമാണ്. എന്തിൻ്റെ ഡെഫിനിഷനാണത്? ദ പ്രോസസ് ഓഫ് ദ പ്രിപ്പറേഷൻ ഓഫ് എനി കമ്മ്യൂണിക്കേഷൻ വിച്ച് ഈസ് പ്രപ്പോസ്ഡ് ടു ഇഷ്യൂ. ഇപ്പം അയക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അറിയിപ്പ് തയ്യാറാക്കുന്ന പ്രവൃത്തി, ആ പ്രോസസ്സ്, അതിനെന്ത് പേര് പറയും? അതെന്തിൻ്റെ ഡെഫിനിഷനായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? അത് ഡ്രാഫ്റ്റിങ്ങിൻ്റെ ഡെഫിനിഷനാണ്. ഇവിടെ ഡ്രാഫ്റ്റിംഗ് ഉണ്ട്, റെഫറൻസിങ് ഉണ്ട്, ഫയലിംഗ് ഉണ്ട്, നോട്ടിംഗ് ഉണ്ട്. വാട്ട് ഈസ് ഡ്രാഫ്റ്റിംഗ്? Drafting is the preparation of any communication which is proposed to issue. What is drafting? Drafting is the preparation of any communication which is proposed to issue. അതായത് നക്കൽ തയ്യാറാക്കൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അയക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറാക്കലാണ്. അപ്പോൾ ഒൻപതാമത്തെ ചോദ്യത്തിന് ശരിയായ ഉത്തരം എ, ഡ്രാഫ്റ്റിംഗ് ആണ്. 10. All communications received in the office which are official or demi-official until numbering known as. അതായത് നമ്പർ ഇടുന്നത് വരെ ഔദ്യോഗികമോ അനൗദ്യോഗികമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്, അറിയിപ്പുകൾ, നമ്പർ ഇടുന്നത് വരെ അത് എന്ത് പേരിൽ അറിയപ്പെടും? All communications received in the office until numbering. എന്തിൻ്റെ ഡെഫിനിഷനാണത്? എ, കറണ്ട്, ബി, എൻക്ലോഷർ, സി, തപാൽ. ഏതാണ് ശരി ഉത്തരം? ഇപ്പം ഓഫീസിൽ ലഭിക്കുന്ന ഔദ്യോഗികമോ അർദ്ധ ഔദ്യോഗികമോ ആയ എല്ലാ അറിയിപ്പുകളും നമ്പർ നൽകപ്പെടുന്നതുവരെ ഏത് പേരിൽ അറിയപ്പെടും? എ, കറണ്ട്, നടപ്പ്, ബി, എൻക്ലോഷർ, ഉള്ളടക്കം, സി, തപാൽ, ഡി, കേസ്, കാര്യം, തപാൽ.
അതിൻ്റെ ഡെഫിനിഷനാണ്. ഓൾ കമ്മ്യൂണിക്കേഷൻസ് റിസീവ്ഡ് ഇൻ ദ ഓഫീസ് വിച്ച് ആർ ഒഫീഷ്യൽ ഓർ ഡെമി ഒഫീഷ്യൽ അണ്ടിൽ നമ്പറിംഗ് നോൺ ആസ് തപാൽ. 11ാമത്തെ ചോദ്യം. ഓൾ കമ്മ്യൂണിക്കേഷൻസ് റിസീവ്ഡ് ഇൻ ദ ഓഫീസ് വിച്ച് ആർ ഒഫീഷ്യൽ ഓർ നോൺ ഒഫീഷ്യൽ അണ്ടിൽ ഡാഷ് നോൺ ആസ് തപാൽ. ആ സെൻറ്റൻസിലെ മറ്റൊരു വാക്കാണ് ഇപ്പോൾ ചേർക്കേണ്ടുന്നത്. വീണ്ടും തപാൽ എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ തന്നെ തന്നിരിക്കുന്നത്. തപാലിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഫുള്ളായിട്ടൊന്ന് വായിക്കുമ്പോൾ ഓൾ കമ്മ്യൂണിക്കേഷൻസ് റിസീവ്ഡ് ഇൻ ദ ഓഫീസ് വിച്ച് ആർ ഒഫീഷ്യൽ ഓർ ഡെമി ഒഫീഷ്യൽ അണ്ടിൽ നമ്പറിംഗ്, അല്ലേ, അണ്ടിൽ നമ്പറിംഗ് ഈസ് നോൺ ആസ് തപാൽ. അപ്പോൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ടുന്നത് നമ്പറിംഗ് ആണ്. ഇപ്പോൾ ഓഫീസിൽ ലഭിക്കുന്ന ഔദ്യോഗികമോ അർദ്ധൗദ്യോഗികമായ എല്ലാ അറിയിപ്പുകളും അത് എന്ത് നൽകപ്പെടുന്നതുവരെയാണ് തപാൽ എന്നറിയപ്പെടുന്നത്? അതിനൊരു നമ്പർ നൽകപ്പെടുന്നതുവരെയാണ്, അല്ലേ. 12ാമത്തെ ചോദ്യം. എനി റെഫറൻസ് ഇഷ്യൂഡ് ഫ്രം ദ ഓഫീസ് വിച്ച് ഒറിജിനേറ്റ്സ് ദ ഫയൽ ആരംഭിക്കുന്ന ഓഫീസിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന ഒരു പരാമർശം. എനി റെഫറൻസ് ഇഷ്യൂഡ് ഫ്രം ദ ഓഫീസ് വിച്ച് ഒറിജിനേറ്റ്സ് ദ ഫയൽ. മലയാളം എങ്ങനെ പറയാം? ഫയൽ ഉത്ഭവിക്കുന്ന ഓഫീസിൽ നിന്നും അയക്കുന്ന ഏതെങ്കിലും പരാമർശം, അതിനെന്ത് പേര് പറയും? എ, an ഒഫീഷ്യൽ റെഫറൻസ്, ബി, എ ക്രോസ് റെഫറൻസ്, സി, ഇൻറ്റേർണൽ റെഫറൻസ്, ഡി, അറൈസിങ് റെഫറൻസ്. അത് ഉത്ഭവ പരാമർശം, അറൈസിങ് റെഫറൻസിൻ്റെ ഡെഫിനിഷനാണ്, അല്ലേ. അപ്പോൾ 12ാമത്തെ ശരി ഉത്തരം ഡി ആണ്. 13ാമത്തെ ചോദ്യം. എ പേപ്പർ which is not connected with a pending case in the office or one which originates in the office is treated as. ഇപ്പോൾ കേസിൽ, അതായത് എ പേപ്പർ വിച്ച് ഈസ് നോട്ട് കണക്റ്റഡ് വിത്ത് ദ പെൻഡിങ് കേസ് ഇൻ ദ ഓഫീസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനോട്ട് കണക്ട് ചെയ്യാത്തൊരു പേപ്പർ, ഓർ വൺ വിച്ച് ഒറിജിനേറ്റ്സ് ഇൻ ദ ഓഫീസ്, അല്ലെങ്കിൽ ഓഫീസിൽ ആദ്യമായിട്ട് ഒറിജിനേറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിനെന്ത് പേര് പറയും? ചോദ്യം ഒന്നുകൂടെ വായിക്കാം. എ പേപ്പർ which is not connected with the pending case in the office or which one originates in the office is treated as A, an old case, B, a new case, C, a current, D, തപാൽ. ഏതാണ് ശരി ഉത്തരം? അത് ന്യൂ കേസാണ്. ബി ആണ് ശരി ഉത്തരം, അല്ലേ. അതിൻ്റെ ഉത്തരം ബി ആണ്. ന്യൂ കേസിൻ്റെ ഡെഫിനിഷൻ എന്താണ്? എ പേപ്പർ which is not connected with a pending case. A paper which is not connected with a pending case in the office or a paper or one which originates in the office is treated as a new case. പുതുക്കാര്യം എന്ന് പറയാം, പുതിയ കാര്യം. ഓഫീസിൽ നിലവിലുള്ള ഒരു കാര്യമായി ബന്ധപ്പെടാത്തതോ ഓഫീസിൽ നിന്ന് ഉത്ഭവിക്കുന്നതായ ഒരു കടലാസ്, എ പേപ്പർ വിച്ച് ഈസ് നോട്ട് കണക്ട് വിത്ത് എ പെൻഡിങ് കേസ്, ഓഫീസിൽ നിലവിലുള്ള ഒരു കാര്യമായി ബന്ധപ്പെടാത്തത്, അല്ലെങ്കിൽ ഓഫീസിൽ ഉത്ഭവിക്കുന്നതായ ഒരു കടലാസ്, അതിന് പുതു കാര്യം എന്ന് പറയും, ന്യൂ കേസ് എന്ന് പറയും. അപ്പോൾ 13ാമത്തെ ചോദ്യത്തിന് ഉത്തരം ബി ആണ്. 14. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ദ ഫൈനൽ ഡിസിഷൻ ഓഫ് ദ ഹെഡ് ഓഫ് ദ ഓഫീസ് ഓൺ എനി മാറ്റർ സബ്മിറ്റഡ് ഫോർ ഇൻഫർമേഷൻ ഓർ ഓർഡേഴ്സ്. അപ്പോൾ ഓഫീസ് മേധാവി മുമ്പാകെ അറിയിപ്പിനും ഉത്തരവിനും വേണ്ടി സമർപ്പിക്കുന്ന ഒരു കാര്യത്തിൽ അതിൻ്റെ അവസാന തീർപ്പ്, അതിൻ്റെ ഒരു പ്രസ്താവന, അതെന്താണ്? ചോദ്യം എന്താണെന്ന് വായിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് എ ഫൈനൽ ഡിസിഷൻ ഓഫ് ദ ഹെഡ് ഓഫ് ദ ഓഫീസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ ഫൈനൽ ഡിസിഷൻ ഓഫ് ദ ഹെഡ് ഓഫ് ദ ഓഫീസ് ഓൺ എനി മാറ്റർ സബ്മിറ്റഡ് ഫോർ ഇൻഫർമേഷൻ ഓർ ഓർഡേഴ്സ്. ഇപ്പോൾ ഏതെങ്കിലും അറിവിനോ ഉത്തരവുകൾക്കോ ഇൻഫർമേഷൻ ഓർ ഓർഡേഴ്സ് സമർപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും സംഗതിയെ സംബന്ധിച്ച് ഓഫീസ് തലവൻ്റെ അന്തിമ തീരുമാനം ഒരു പ്രസ്താവനയായിട്ട് എഴുതി വെച്ചാൽ അതിനെന്ത് പേര് പറയും? എ, ഡിസ്പോസൽ, ബി, ഡ്രാഫ്റ്റ് തീർപ്പ്, ബി, ഡ്രാഫ്റ്റ് നക്കൽ, സി, പ്രൊസീഡിങ്സ് നടപടിക്രമം, ഡി, നോട്ട് കുറിപ്പ്. എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ഫൈനൽ ഡിസിഷൻ ഓഫ് ദ ഹെഡ് ഓഫ് ഓഫീസ്, അതെല്ലാം ഇപ്പോഴും ഡിസ്പോസലാണ്. എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ഫൈനൽ ഡിസിഷൻ ഓഫ് ദ ഹെഡ് ഓഫ് ദ ഓഫീസ് ഓൺ എനി മാറ്റർ സബ്മിറ്റഡ്.
ഇപ്പം നമ്മൾ ഓഫീസ് മേധാവി മുമ്പാകെ എന്തെങ്കിലും ഒരു കാര്യം, ഒരു സംഗതി അദ്ദേഹത്തിന് അറിവിനും ഉത്തരവിനും വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അതിനകത്ത് ഫൈനലായിട്ട് ഉത്തരവ് ഇട്ടാൽ അതിന് ഡിസ്പോസൽ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ ചാപ്റ്ററിൽ 48 ചോദ്യങ്ങളുണ്ട്. ഇപ്പം നമ്മളിപ്പോഴൊരു 14 ചോദ്യങ്ങളാണ് ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഒന്ന് നമുക്ക് ബൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം.